ഇടുക്കി തൊടുപുഴ ചുങ്കത്ത് കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. ചുങ്കം സ്വദേശി ബിജു ജോസഫിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കൊലപാതകമാണെന്ന് പോലീസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ജെയിൻ എസ് രാജു നൽകും വിവരങ്ങൾ. ജെയിൻ, കൊലപാതകമെന്ന് സ്ഥിരീകരിക്കപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. എവിടെ നിന്നാണ് ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തിയത്? കൂടുതൽ വിശദാംശങ്ങൾ. പ്രജീഷ്, ഈ കൊലപാതകം ഏതാണ്ട് സ്ഥിരീകരിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കൊല്ലപ്പെട്ട ആളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ കലയന്താനിയിലെ കാറ്ററിംഗ് ഗോഡൌണിന്റെ വേസ്റ്റ് വെള്ളം ശേഖരിച്ചിരുന്ന കുഴിയുണ്ട്. ആ കുഴിക്ക് ഏതാണ്ട് 10 അടിയോളം താഴ്ചയുണ്ട്. ആ കുഴിക്കകത്ത് മണ്ണ് നീക്കി അതിലാണ് ഈ മൃതദേഹം കുഴിച്ചിട്ടിരുന്നത്. അതോടുകൂടി കൊലപാതകം നടന്നു എന്നുള്ള മൊഴി ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ബിജു ജോസഫാണ് കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ചയാണ് ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടു പോകുന്നത്. പുലർച്ചെ 4 മണിയോടെ വീട്ടിൽ നിന്ന് നടക്കുന്നതിനായി രാവിലെ ഇറങ്ങിയതാണ്. ആ സമയത്താണ് ഈ പ്രതികൾ ചേർന്ന് ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ട് പോകുന്നത്. അതിനുശേഷം മർദ്ദിക്കുകയും മർദ്ദനത്തിനിടയിൽ കൊലപാതകം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും. ഈ കേസിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ മൃതദേഹം കിട്ടി സ്ഥിരീകരിക്കണം? സാഹചര്യങ്ങൾ ഈ കസ്റ്റഡിയിൽ ഉള്ള ഈ 3 ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് മൃതദേഹം കിട്ടുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇനി തെളിവ് ശേഖരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടേക്ക് ഈ മഗസ്തർ സീനടക്കം ഈ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ പോലീസ്? പോലീസ് ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഏതാണ്ട് മിനിറ്റുകൾ മാത്രമേ ആയിട്ടുള്ളൂ മൃതദേഹം പുറത്തെടുത്തിട്ട്. അപ്പൊ ഇനി ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കണം. അതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇവിടെ നിന്ന് മാറ്റും. ഇപ്പോൾ ഈ പ്രതികളെല്ലാം തന്നെ ഇവിടെ തന്നെ ഉണ്ട്. അവർ പ്രതികളെ എത്തിച്ചാണ് പോലീസ് ഇതിന്റെ തെളിവെടുപ്പ് നടത്തിയത്. അതുകൊണ്ട് തന്നെ പ്രതികളെ ഇനി കൂടുതൽ കണ്ടെത്താൻ ഇനി ഒരാൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അയാളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. മറ്റ് നടപടികൾ പൂർത്തിയാക്കി ഇനിയിപ്പോൾ കൊലപാതകം നടന്നത് എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ മറ്റ് ആർക്കെങ്കിലും ഈ കേസിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതാണ് ഇനി നടക്കാനിരിക്കുന്ന നടപടികൾ. അതായത് ജെയിൻ ആസൂത്രിത കൊലപാതകം എന്ന് തെളിയുകയാണല്ലേ? തീർച്ചയായിട്ടും ആസൂത്രിതമായ കൊലപാതകം എന്ന നിലയിൽ തന്നെയാണ് ഇതിപ്പോൾ പരിഗണിക്കുന്നത്. കാരണം നമുക്കറിയാം, ഒരു കൊട്ടേഷൻ സംഘം ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. കാരണം ഈ കൊട്ടേഷൻ കൊടുത്ത ആളുകൾ ഉണ്ട്. അവരെ എത്തിച്ചത് തന്നെ ഇതൊരു ആസൂത്രിതമായിട്ടുള്ള കൊലപാതകം എന്ന നിലയിൽ തന്നെയാണ്. എന്തായാലും നീണ്ട നാളുകളായിട്ട് ഇവർ തമ്മിൽ സാമ്പത്തിക തർക്കങ്ങളുണ്ടായിരുന്നു. ആ തർക്കത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ കൊല നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ദേവമാതാ കാറ്ററിംഗ്സ് എന്ന പേരിൽ ഇവർ പങ്കാളിത്തത്തിൽ ഒരു സ്ഥാപനം നടത്തിയിരുന്നു. ആ സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു. ഇത് സംബന്ധിച്ച് ഉപ്പുതറ പോലീസ് സ്റ്റേഷനും അതോടൊപ്പം തന്നെ തൊടുപുഴ ഡിവൈഎസ്പിക്ക് അടക്കം ഈ കേസിൽ പ്രതിയായിട്ടുള്ള ജോമൻ പരാതിയൊക്കെ നൽകിയിരുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തീർപ്പാക്കി വിട്ടു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ആ വൈരാഗ്യം തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. പക്ഷെ കൊലപ്പെടുത്തണോ എന്ന ഉദ്ദേശം പ്രതികൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സൂചന. തട്ടിക്കൊണ്ടുപോയി കരുതൽ തടങ്കലിൽ വെച്ച് പണം മേടിച്ചെടുക്കുക എന്നതടക്കമുള്ള ലക്ഷ്യത്തോടെയാണ് ഇവർ ഈ തട്ടിക്കൊണ്ടുപോകൽ പ്ലാൻ ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും SP-യുടെ ഭാഗത്ത് നിന്ന് ഈ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. SP ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. അവിടെ നിന്ന് അദ്ദേഹം പുറത്തേക്ക് എത്തിയതിനു ശേഷം ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകും എന്നാണ് കരുതുന്നത്. ഒരാളെ കൂടി പിടികൂടാൻ ഉണ്ട്. അയാൾക്ക് ഇതിൽ എന്താണ് റോള്? ഈ 3 പേരടങ്ങുന്ന ഒരു കൊട്ടേഷൻ സംഘമാണ്. ഇവർ എറണാകുളം സ്വദേശികളായിട്ടുള്ള ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂർ സ്വദേശി, അദ്ദേഹം എറണാകുളത്താണ് അയാളുടെ പ്രവർത്തന കേന്ദ്രം. അവരുൾപ്പെടുന്ന ഒരു സംഘമാണ് ഇത് നടപ്പിലാക്കിയത് എന്നുള്ളതാണ്. ഈ കൊട്ടേഷൻ നൽകിയ ആൾ ജോമോനാണ്. ജോമോൻ നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്തോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും പോലീസ് അത് സംബന്ധിച്ച വിവരങ്ങളൊന്നും പുറത്തു നൽകിയിട്ടില്ല. എന്തായാലും അല്പസമയത്തിനകം SP മാധ്യമങ്ങളെ കാണുന്നുണ്ട്. SP ആ കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം നൽകും എന്നാണ് കരുതുന്നത്. എന്തായാലും ഈ സംഘത്തിൽ 4 പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് കരുതുന്നത്. ഇതിൽ 3 പേരെ പിടികൂടിയിട്ടുണ്ട്. ഒരാളെ കൂടി കണ്ടെത്താൻ ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന സൂചന. എന്തായാലും ഈ ആസൂത്രിതമായ നടത്തിയ ഒരു കൊല എന്ന നിലയിൽ തന്നെയാണ് ഇതിനെ പരിഗണിക്കാൻ. കാരണം കൊട്ടേഷൻ സംഘങ്ങളെ ഉൾപ്പെടെ ഏർപ്പെടുത്തി ഈ ഒരു തട്ടിക്കൊണ്ടുപോകൽ പ്ലാൻ ചെയ്യുകയും അതിനുശേഷം കൊലപ്പെടുത്തിയതിനു ശേഷം വളരെ ആസൂത്രിതമായി തന്നെ ഈ ഒഴിഞ്ഞ ഗോഡൌണിൽ
അതിൻ്റെ ഒരു വേസ്റ്റ് ടാങ്ക്, അതായത് കാറ്ററിംഗ് ആവശ്യങ്ങൾക്കൊക്കെ പാചകം ചെയ്യുമ്പോൾ ഒരുപാട് മലിനജലമുണ്ട്. അത് സംഭരിക്കുന്നതിന് വലിയ ആഴത്തിൽ, ഏതാണ്ട് 10 അടിയോളം ആഴത്തിലുള്ള ഒരു വേസ്റ്റ് ടാങ്കാണ് ഉണ്ടായിരുന്നത്. ആ വേസ്റ്റ് ടാങ്ക് കഴിഞ്ഞ 7 വർഷത്തോളമായി ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ അകത്ത് മണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ആ മണ്ണിൽ കുഴിച്ചിട്ട നിലയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്.